അകാലത്തിൽ മൺമറഞ്ഞുപോയ അതുല്യ പ്രതിഭയായിരുന്നു പത്മരാജൻ. വാർത്തകൾ വായിക്കുന്നത് പത്മരാജൻ. ഈ ശബ്ദം എൻ്റെ കാതുകളിൽ ഇപ്പോഴും അടിക്കുകയാണ്. അദ്ദേഹം ഒരു ആകാശവാണിയിൽ ഒരു പ്രോഗ്രാം അനൗൺസറായി ജോലി ചെയ്യായിരുന്നു. അദ്ദേഹം തൃശ്ശൂരിലായിരുന്നു അദ്ദേഹം ആദ്യം ജോയിൻ ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ അദ്ദേഹം പ്രോഗ്രാം അനൗൺസറായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം കഥകൾ എഴുതിയതും സിനിമയിൽ ചലച്ചിത്ര സംവിധായകനായി തിരക്കഥാകാരനായി ഒക്കെ മാറിയത്. അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ തന്നെ ഈ ആകാശവാണിയുടെ ഒരു ഗന്ധം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രയാണം മുതൽ ഞാൻ ഗന്ധർവൻ വരെ അങ്ങനെ എത്രയെത്ര മനോഹരമായ ചലച്ചിത്ര കാവ്യങ്ങളാണ് ഈ മനുഷ്യൻ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ആകാശവാണി കാലഘട്ടം ഓർമ്മിക്കുമ്പോൾ എനിക്കും അദ്ദേഹത്തോട് പരിചയമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ പ്രേക്ഷകരോട് പറഞ്ഞതാണ്. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനെ തിരുവനന്തപുരത്ത് ആകാശവാണി ഇടനാഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചലച്ചിത്ര സംവിധാനം പഠിക്കണം, പപ്പേട്ടൻ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നു, ഇപ്പോൾ നല്ല ജോലിയില്ലേ? ഞാൻ ഇല്ല, അതെൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞ് ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് നടന്ന് ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുന്ന ഇടയിൽ ഞാൻ വളച്ചെടുത്ത്, നീ ഒരു കാര്യം ചെയ്യും, ഇപ്പം ഞാൻ ഗന്ധർവൻ എന്നുള്ള ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ്. ആ ചിത്രം പൂർത്തിയായി കഴിഞ്ഞ് ഇതിൻ്റെ ആദ്യം മുതൽ, അതായത് ഈ സ്ക്രിപ്റ്റിന് കടലാസ് കടയിൽ പോയി വാങ്ങിക്കുന്ന സമയം മുതൽ ഇതിനോടൊപ്പം ചേർന്നുള്ളൂ, എന്നാലേ സിനിമയുടെ മുഴുവൻ സമഗ്രമായി കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷിച്ചു. കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ ഗന്ധർവൻ എന്ന സിനിമ റിലീസ് ചെയ്യുന്നു. അതിനിടയിൽ ആ ഞെട്ടിക്കുന്ന വാർത്ത വന്നു, പി പത്മരാജൻ കടന്നുപോയി. സത്യം പറഞ്ഞാൽ ആകാശവാണിയുടെ കേരള നിലയങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയും മരണവും അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മവും റിപ്പോർട്ട് ചെയ്യാൻ എന്നെയാണ് നിയോഗിച്ചത്. അപ്പോൾ ഞാൻ ഒരുപാട് ഓർമ്മകളുമായി അദ്ദേഹത്തിൻ്റെ ചിത കത്തുന്നത് നേരിട്ട് കണ്ടു. എന്തായാലും ഈ ക്ലാസിക് ചലച്ചിത്രകാരൻ ഓർമ്മയായിട്ട് ഇന്ന് 34 കൊല്ലം തികയുന്നു. ഈ അടുത്ത സമയം പപ്പേട്ടൻ്റെ മകൻ അനന്തപത്മനാഭനെ കൊട്ടാരക്കരയിൽ ഫംഗ്ഷനിൽ വെച്ച് കണ്ടു. അപ്പോഴൊക്കെ തന്നെ അനന്തപത്മനാഭൻ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ പപ്പേട്ടനെ തന്നെ ഓർമ്മിച്ച് വേദിയിലിരിക്കുകയായിരുന്നു. കണ്ടു ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു മലയാളത്തിന് ജനുവരിയുടെ നഷ്ടം. അതാണ് പത്മരാജൻ. പ്രണയവും രതിയും പകയും പ്രതികാരവും ഇത്ര മനോഹരമായി സമന്വയിപ്പിച്ച തിരക്കഥാകൃത്തുക്കൾ മലയാളത്തിൽ വിരളം. ഈ മണ്ണാർത്തുടിയിലെ വീട്, ഈ മണ്ണാർത്തുടി എന്താ സംഗതി? എന്താ ഇപ്പൊ മണ്ണാറത്തൊടിയിലേക്ക് പോയിട്ട്? ഞാൻ തന്നെ മണ്ണാറത്തൊടി, അതുകൊണ്ടാ ചോദിക്കണേ. ഭരതൻ ആദ്യം സംവിധാനം ചെയ്ത പ്രയാണത്തിന് തിരക്കഥയൊരുക്കി തുടക്കം. തകര, ലോറി, രതിനിർവേദം തുടങ്ങിയ 6 ചിത്രങ്ങൾക്കായി പത്മരാജൻ ഭരതനുമായി ഒത്തുചേർന്നു. മനുഷ്യബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്ത പത്മരാജന്റെ കഥാപാത്രങ്ങൾ സ്വന്തം ശരികളിൽ നിലകൊണ്ടവരായിരുന്നു. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, തൂവാനത്തുമ്പികൾ, ഞാൻ ഗന്ധർവൻ ഉൾപ്പെടെയുള്ള സിനിമകളിലെല്ലാം പത്മരാജൻ കാണിച്ചു തന്ന പ്രണയ നിർവചനങ്ങൾ വാക്കുകൾക്കതീതം. ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പെരുവഴി അമ്പലത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം. ചെയ്തിട്ടില്ലേ? പിന്നെന്തോ എവിടെ വന്ന് ഒളിച്ചു താമസിക്കുന്നു? അതെന്തോ അങ്ങനെ നിങ്ങളോട് കള്ളം പറയുമായിരുന്നു. പിന്നെന്തോ ചെയ്തേനാ? എന്നോട് കള്ളം പറയണ്ട. എന്തുവാ ചെയ്തേ? ഞാനൊരുത്തനെ കൊന്നു. തുടർന്ന് വ്യത്യസ്ത പ്രമേയങ്ങളിൽ വന്ന പത്മരാജൻ ചിത്രങ്ങൾ പ്രേക്ഷക മനസ്സിൽ മായാക്കാഴ്ചയായി. സംവിധാനം ചെയ്ത 18 ചിത്രങ്ങൾ ഉൾപ്പെടെ 36 ചിത്രങ്ങൾക്ക് പത്മരാജൻ തിരക്കഥ രചിച്ചു. 1991 ജനുവരി 24 പത്മരാജൻ വിട പറഞ്ഞു. പ്രേക്ഷക മനസ്സിൽ മായാത്ത കഥാപാത്രങ്ങളെ ബാക്കിയാക്കി. റിസർച്ച് ഡെസ്ക് 24. മലയാള സിനിമയിൽ ഒരുപാട് തിരക്കഥാകൃത്തുക്കൾ സംവിധായകൻ്റെ മേലങ്കി അണിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഈ സംവിധായകൻ്റെ പരിപാടി തങ്ങൾക്ക് വഴങ്ങില്ല എന്ന് ചില എഴുത്തുകാരെങ്കിലും തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ചലച്ചിത്ര ഭാഷയെ കവിതയോട് അടുപ്പിച്ച് നിർത്താൻ സിനിമാ സംവിധാനത്തിലൂടെ പത്മരാജന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാവ്യാത്മക ഭാഷയിലൂടെ ചലച്ചിത്ര കല തനിക്ക് അന്യമല്ല എന്ന് തെളിയിക്കാൻ അദ്ദേഹം കുറച്ചധികം നല്ല സിനിമകൾ ചെയ്തു. ഒരുപക്ഷെ ആ സിനിമകളിലൂടെയായിരിക്കും ഭാവി തലമുറ പി പത്മരാജനെ ഓർമ്മിക്കുക.
അദ്ദേഹത്തിൻ്റെ നല്ല ചിത്രങ്ങൾ ഇപ്പോഴും മനസ്സിൽ ഓടിക്കളിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിച്ചു പോകുന്നു.